എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കായത്തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് കായത്തോരൻ തയ്യാറാക്കുന്നത് ഞാലിപ്പൂവൻ കാ വെച്ചിട്ടാണ്. അപ്പോൾ അതായത് ഇതേപോലെ ഒരു പടലയായിട്ട് എടുത്തേക്കാണ്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. ഓരോന്നും ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം തൊലി കളയുന്നതിന് മുന്നേ തന്നെ കത്തിയിലും കയ്യിലുമൊക്കെ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുത്താൽ കറ ഒരുപാട് പിടിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ കയ്യിലങ്ങ് കറയാകാതെ ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞെടുക്കുന്ന കായാണെങ്കിൽ അപ്പോഴേ വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ നാലായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് കീറിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഞാലിപ്പൂവൻ കായ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. തോരൻ വെച്ചെടുത്താൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3-4 തവണ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. എന്താ ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കായെല്ലാം കഴുകി ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായൊക്കെ തോരൻ വയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് നികന്ന് കിടക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകാൻ വെച്ചിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് 3-4 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാ വേകാൻ വെച്ചിരുന്നത് എന്തായെന്ന് നോക്കാം. അപ്പോൾ കായ വേകാൻ വെച്ചിരുന്നത് ഒരു പകുതി വേഗമായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ മുകൾ വശം നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം. ഇനി വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കാ നല്ല പരുവായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം കടുക് താളിച്ച് വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്കതാണ് ഇത്തിരി കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കാത്തോരൻ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. അടുത്തത് മുരിങ്ങയിലയും കൂർക്കയും ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും മുരിങ്ങയില എടുക്കാം. മുരിങ്ങയില മരത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തണ്ടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്നും ഊരിയെടുത്തതാണ്. ഇതിലുള്ള ചെറിയ ചെറിയ തണ്ടുകളൊക്കെ നമുക്കാവുന്ന അത്രയും അത് അടർത്തി മാറ്റി കളയണം. ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും കൂർക്ക എടുത്ത് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങയിലയും കൂർക്കയൊക്കെ എടുക്കുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ. പ്രത്യേകിച്ച് അതിന് അളവുകളൊന്നുമില്ല. കൂർക്കയ്ക്ക് ഒരുപാട് വേഗമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിൽ മതിയാകും. ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 3/4 വേഗമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. വേഗം വെച്ചിരുന്ന കൂർക്ക ഇടയ്ക്കൊന്ന് തുറന്ന് വെന്തോന്ന് നോക്കാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി ഒരു 3/4 വേഗമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കൂർക്ക ഒരു 3/4 വേഗമായിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലേക്ക് ഒന്ന് ആവി അടിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് പാത്രം മൂടി വെച്ചൊന്ന് ആവി കയറ്റി എടുക്കാം.
അത് മുരിങ്ങയിലയിൽ നന്നായിട്ട് ആവി കയറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മുരിങ്ങയില നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തോളൂ. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത് അതിന് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചിക്കി തോർത്തിയെടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുന്നതിലാണ് ഈ തോരൻ്റെ ഒരു ടെക്സ്ചർ ഉള്ളത്. അപ്പം നല്ല രീതിയിൽ ഇതേപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. മുരിങ്ങയില വെന്ത് വരുമ്പോൾ കട്ട പിടിക്കുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഈ കൂർക്കയ്ക്ക് പകരം നമ്മൾ ഇതിനകത്ത് ചക്കക്കുരു ഈ രീതിയിൽ ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് നന്നായിട്ട് ഇലകളെല്ലാം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഗുണങ്ങളുള്ള മുരിങ്ങയില കൂർക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ കൂർക്കയും മുരിങ്ങയിലയും കൊണ്ട് തോരൻ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. അടുത്തത് വഴുതനങ്ങ തൈര് കറിയാണ്. വഴുതനങ്ങയും തൈരും എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള കറിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു മീഡിയം വലുപ്പത്തിലുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ മുകൾ വശം കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ വട്ടത്തിൽ നന്നായിട്ട് കനം കുറച്ച് വേണം ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാൻ. അരിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് കളർ മാറുന്നൊരു വെജിറ്റബിളാണ് വഴുതനങ്ങ. നമുക്കിത് ഉടനെ തന്നെ മസാല പുരട്ടി വയ്ക്കാനായതുകൊണ്ട് തന്നെ വെള്ളത്തിലും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 വഴുതനയും വളരെ കനം കുറച്ച് തന്നെ വട്ടത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് എടുത്തു വെച്ചിരുന്ന വഴുതനങ്ങയെല്ലാം ഈ ഒരു വലിപ്പത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വറുത്തെടുക്കാനാണ്. അപ്പം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാലയിലേക്കൊന്ന് പുരട്ടിയെടുക്കാം. ചേർത്ത് കൊടുത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ നന്നായിട്ട് ഈ വഴുതനങ്ങയിൽ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതിയാവും. ഒന്ന് വാട്ടിയെടുത്താൽ മതി. തിരിച്ചു മറിച്ചു വിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിനി ഒന്ന് വാട്ടിയെടുക്കാം. കടയിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് വഴുതനങ്ങയൊക്കെ ഒരുപാട് കിട്ടത്തില്ല. അപ്പം ബാക്കി വരുന്ന സമയത്ത് വഴുതനങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു സൈഡ് പരുവായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതേപോലെ ഈ ഒരു പരുവാകുമ്പോഴേക്കും പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വഴുതനങ്ങ നന്നായിട്ട് പരുവായി കിട്ടും. അപ്പോൾ ഇതാ ഇതേപോലെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി വറുത്തെടുത്തതെല്ലാം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് തൈര് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത തൈരും സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെ പച്ച കളറൊന്ന് മാറിയിട്ടൊരു ലൈറ്റായിട്ട് വെളുത്ത് വരത്തില്ല. ആ ഒരു കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതാ പച്ചമുളകും കോരി മാറ്റി ഇനി ആ ചട്ടിയിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ള് ജീരകവും ഒരു നുള്ള് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതാ 4-5 ചെറിയ ഉള്ളി ചതച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ചേർത്ത് കൊടുത്ത ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇതേപോലെ മൂത്ത് വരണം. ആ സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ചേർത്ത് കൊടുത്തെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത്
ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ആ ഉപ്പെല്ലായിടത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചട്ടിയുടെ ചൂട് തന്നെ മതിയാകും. അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളകും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി കറി അടച്ച് വെച്ച് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വിളമ്പിയെടുക്കാം. അപ്പോഴേക്കും ചേർത്ത് കൊടുത്ത വഴുതന നന്നായിട്ട് പരുവായി കിട്ടും. ഒന്നുമില്ല, നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ്. വഴുതനങ്ങ കൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയത്ത് വഴുതനങ്ങ ഒരുപാട് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വഴുതനങ്ങയുടെ പീസൊക്കെ ഈ തൈരിൽ കിടന്ന് നന്നായിട്ട് ഇത് തൈരൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.